ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ നാളെ 5 ജില്ലകളിൽ വോട്ടെടുപ്പ് നടക്കും. സുഗമമായ പോളിംഗിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 5 ജില്ലകളിലും പോളിംഗ് ബൂത്തുകൾ തയ്യാറായി. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് എന്നീ ജില്ലകളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരം ഉൾപ്പെടെ 5 ജില്ലകളിൽ നടന്ന ആദ്യഘട്ട വോട്ടെടുപ്പിൽ 72% പോളിംഗ് രേഖപ്പെടുത്തി. അവശേഷിക്കുന്ന 4 ജില്ലകളിൽ തിങ്കളാഴ്ചയാണ് വോട്ടെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനെത്തുന്നവർ കോവിഡിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. ആദ്യഘട്ടത്തിൽ ചിലയിടങ്ങളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ചകളുണ്ടായതായി മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോവിഡ് രോഗികൾ വർദ്ധിക്കുമോ എന്ന ആശങ്കയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മതിയായ സുരക്ഷയൊരുക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു. സുരക്ഷയൊരുക്കുന്നതിന് 19,736 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇവരിൽ 63 ഡിവൈഎസ്പിമാർ, 316 ഇൻസ്പെക്ടർമാർ, 1594 എസ്ഐ, എഎസ്ഐമാർ എന്നിവർ ഉൾപ്പെടും. 889 ഹോംഗാർഡുമാരെയും 4574 സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെയും ഇത്തവണ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നബാധിതമായി കണക്കാക്കിയിട്ടുള്ള 1437 ബൂത്തുകളിൽ പ്രത്യേക നിരീക്ഷണവും പട്രോളിംഗും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ വോട്ടെടുപ്പ് നടക്കുന്ന കോട്ടയം ജില്ലയിൽ രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ്. കാൽനൂറ്റാണ്ടായി ജില്ലയിൽ യുഡിഎഫിനുള്ള മേൽക്കൈയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി മാറ്റവും തിരഞ്ഞെടുപ്പിന് പ്രാധാന്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനൊപ്പം ആരോഗ്യ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് കാസർകോട് കളക്ടർ സജിത് ബാബു. വിശദാംശങ്ങളുമായി കാസർകോട് ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്ത് നിന്നും വോട്ട് ചെയ്യാനെത്തുന്നവർ കോവിഡ് പരിശോധന നടത്തണമെന്ന് കാസർകോട് ജില്ലാ കലക്ടർ ഡി സജിത് ബാബു അറിയിച്ചു. വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന ജില്ലാതല കൊറോണ കോർ കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കലക്ടർ. പൊതുജനങ്ങളുടെയും ജില്ലാ ഭരണ സംവിധാനത്തിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കോവിഡ് പ്രതിരോധത്തിൽ ജില്ല കൈവരിച്ച നേട്ടം കൈമോശം വരാതിരിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം. ജനാധിപത്യ പ്രക്രിയയിൽ ഉത്തരവാദിത്ത ബോധത്തോടെ വോട്ടവകാശം വിനിയോഗിക്കാൻ എത്തുന്ന പ്രവാസി കേരളീയർ തങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതോടൊപ്പം ആരോഗ്യ സുരക്ഷ മുൻനിർത്തി കോവിഡ് മാനദണ്ഡങ്ങൾ ഉറപ്പാക്കണമെന്നും കലക്ടർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണം അന്തിമഘട്ടത്തിലെത്തിയ സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നത് തുടരണമെന്നും കലക്ടർ പറഞ്ഞു. പോളിംഗ് സാമഗ്രികളുടെ വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ കോവിഡ് പരിശോധനയ്ക്ക് മൊബൈൽ ടെസ്റ്റിംഗ് സൌകര്യവും ഏർപ്പെടുത്താൻ ഡിഎംഒയ്ക്ക് കലക്ടർ നിർദ്ദേശം നൽകി. ആരോഗ്യ പ്രവർത്തകർക്ക് തപാൽ വോട്ട് അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നും കലക്ടർ പറഞ്ഞു. ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ, എഡിഎം എൻ ദേവിദാസ്, സബ് കലക്ടർ ഡിആർ മേഘശ്രീ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ സ്ഥാപനത്തിലെ ജൂനിയർ ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ സ്പെഷ്യൽ പോളിംഗ് ഓഫീസർമാരായി ചുമതലപ്പെടുത്തി ജില്ലാ കളക്ടർ സാംബശിവറാവു ഉത്തരവിറക്കി. കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 14 നടക്കുന്ന തെരഞ്ഞെടുപ്പിനായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ബ്ലോക്ക് തല വിതരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു തുടങ്ങി. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പുഴാതി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് പോലീസ് സുരക്ഷയോടെ വിതരണ കേന്ദ്രങ്ങളിലെ സ്ട്രോങ് റൂമുകളിലേക്കാണ് മാറ്റുന്നത്. നാളെ നടക്കുന്ന രണ്ടാം ഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം 5 ജില്ലകളിലും പൂർത്തിയായി. ഇവിഎം മെഷീനുകളും അനുബന്ധ സാധനങ്ങളുമാണ് വിതരണം ചെയ്തത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പോളിംഗ് ബൂത്തുകളിലേക്ക് നിയോഗിക്കപ്പെടുന്ന പോളിംഗ് ഉദ്യോഗസ്ഥർക്കോ പോളിംഗ് ഏജന്റുമാർക്കോ ആന്റിജൻ ടെസ്റ്റോ കോവിഡ് ടെസ്റ്റോ നടത്തേണ്ടതില്ലെന്നും ഏജന്റുമാർ ആന്റിജൻ ടെസ്റ്റ് നടത്തി പോളിംഗ് ദിവസം കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാകേണ്ട ആവശ്യമില്ലെന്നും മലപ്പുറം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ അറിയിച്ചു. മലപ്പുറത്ത് ഈ മാസം 14-ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താനെത്തുന്ന വോട്ടർമാർക്കുള്ള നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തിയ പോസ്റ്ററുകൾ ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്തു. പോസ്റ്ററുകൾ പോളിംഗ് ബൂത്തുകളിൽ പതിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പാലക്കാട് ജില്ല ഒരുങ്ങി. 23,35,345 വോട്ടർമാരാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്കും 13 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 88 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 7 മുനിസിപ്പാലിറ്റികളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂരത്തിൽ വാശിയോടെ മുഖാമുഖം നിൽക്കുകയാണ് തൃശൂരിലെ 3 മുന്നണികളും. ജില്ലയിലാകെ 86 ഗ്രാമപഞ്ചായത്തുകളും 16 ബ്ലോക്ക് പഞ്ചായത്തുകളും 7 നഗരസഭകളും 1 കോർപ്പറേഷനുമാണ് ഉള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇനി ഇവിടെ കാത്തിരിക്കുന്നത്. അവസാനഘട്ട ഒരുക്കങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുന്നു.
ഡിസംബർ 16-ന് വോട്ടെണ്ണൽ നടക്കുന്ന കേന്ദ്രങ്ങളിൽ പാലിക്കേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ചു. 3 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഡിസംബർ 16-ന് രാവിലെ 8 മുതലാണ് ആരംഭിക്കുക. സംസ്ഥാനത്താകെ 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ഉള്ളത്. ഓരോ കേന്ദ്രങ്ങളിലെയും വോട്ടെണ്ണൽ പുരോഗതി കമ്മീഷന്റെ ട്രെൻഡ് സോഫ്റ്റ്വെയറിൽ തത്സമയം അപ്ലോഡ് ചെയ്യും. 5 ജില്ലകളിലായി ഇന്നലെ നടന്ന ഒന്നാംഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 73.12% പേർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തിരുവനന്തപുരം 70.04, കൊല്ലം 73.80, പത്തനംതിട്ട 69.72, ആലപ്പുഴ 77.40, ഇടുക്കി 74.68 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള വോട്ടിംഗ് ശതമാനം. സംസ്ഥാനത്ത് ഇന്ന് 4875 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചതായി മന്ത്രി കെ ശൈലജ അറിയിച്ചു. വിശദാംശങ്ങളുമായി രഞ്ജിത്ത്. എറണാകുളം 717, മലപ്പുറം 709, കോഴിക്കോട് 656, തൃശൂർ 511, കോട്ടയം 497, പാലക്കാട് 343, പത്തനംതിട്ട 254, കണ്ണൂർ 251, വയനാട് 241, കൊല്ലം 212, ആലപ്പുഴ 194, തിരുവനന്തപുരം 181, ഇടുക്കി 57, കാസർഗോഡ് 52 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 52,655 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.26 ആണ്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 35 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2507 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 94 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4230 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 508 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 43 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4647 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 59,923 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 5,86,998 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ന് പുതിയ 3 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ആലപ്പുഴ ജില്ലയിലെ പുലിയൂർ കണ്ടെയ്ൻമെന്റ് സോൺ വാർഡ് 11, ഇടുക്കി ജില്ലയിലെ കട്ടപ്പന സബ് വാർഡ് 9, 13, പാലക്കാട് ജില്ലയിലെ കല്ലങ്കോട് 1, 11 എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 4 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ ആകെ 440 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. തിരുവനന്തപുരത്ത് ഇന്ന് 181 പേർക്ക് കൂടി കോവിഡ്-19 സ്ഥിരീകരിച്ചു. 401 പേർ രോഗമുക്തരായി. നിലവിൽ 3597 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ജില്ലയിൽ 3 പേരുടെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 656 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്നെത്തിയ 7 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരിൽ 9 പേർക്കും പോസിറ്റീവായി. 24 പേരുടെ ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിലാണ്. 717 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 562 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 532 പേർ രോഗമുക്തി നേടി. കൊല്ലം ജില്ലയിൽ ഇന്ന് 212 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. വിദേശത്തു നിന്നും എത്തിയ 2 പേർക്കും സമ്പർക്കം മൂലം 209 പേർക്കും ഉറവിടം വ്യക്തമല്ലാത്ത ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇന്ന് 281 പേർ രോഗമുക്തി നേടി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 280 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 122 പേരാണ്. 10 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 1535 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തു. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 4 ലക്ഷത്തിൽ താഴെയായി. 92,15,581 പേർ രോഗമുക്തി നേടി. ആകെ രോഗബാധിതരിൽ 3.89% പേർ മാത്രമാണ് നിലവിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 32,080 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 36,635 പേർ രോഗമുക്തരായി. രാജ്യത്തെ പോസിറ്റിവിറ്റി നിരക്ക് 6.50%. രോഗമുക്തി നിരക്ക് 94.66% വർദ്ധിച്ചു. ആഗോള കോവിഡ് രോഗമുക്തി നിരക്ക് 97%. ലോകത്ത് ഇതുവരെ 15,62,012 പേരാണ് കോവിഡ് ബാധിച്ച് മരണമടഞ്ഞത്. മധ്യമേഖലാ തപാൽ അദാലത്ത് ഡിസംബർ 21-ന് കൊച്ചിയിലെ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസിൽ ഓൺലൈനായി ഗൂഗിൾ മീറ്റ് പ്ലാറ്റ്ഫോമിലൂടെ നടത്തും. മാവേലിക്കര, ആലപ്പുഴ, ചങ്ങനാശ്ശേരി, കോട്ടയം, ഇടുക്കി, ആലുവ, എറണാകുളം, ഇരിങ്ങാലക്കുട, തൃശൂർ, ലക്ഷദ്വീപ് ഡിവിഷനുകൾക്ക് കീഴിൽ വരുന്ന പോസ്റ്റ് ഓഫീസുകളിലെ കൌണ്ടർ സേവനങ്ങൾ, സേവിംഗ്സ് ബാങ്ക്, മണി ഓർഡർ തുടങ്ങിയവ സംബന്ധിച്ച പരാതികൾ അദാലത്തിൽ പരിഗണിക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ദിവസം സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ വേതനത്തോടുകൂടിയ അവധി നൽകി ജീവനക്കാർക്ക് വോട്ട് ചെയ്യാൻ അവസരമൊരുക്കണമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എസ് സുഹാസ് അറിയിച്ചു. വോട്ടെടുപ്പ് ദിവസം അവധി നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്.
കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ ചിറക്കൽ കോവിലകം രാമവർമ്മ രാജയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. യാഥാസ്ഥിതികമായ സാഹചര്യങ്ങളിലും ഉൽപ്പതിഷ്ണുത്വം മനസ്സിൽ സൂക്ഷിച്ച വ്യക്തിയായിരുന്നു രാമവർമ്മ രാജയെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ലക്ഷദ്വീപിന്റെ അഡ്മിനിസ്ട്രേറ്ററായി അധിക ചുമതലയിൽ നിയമിതനായ ദാദർ നഗർ ഹവേലി ദമൻ ഡ്യൂ അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ ഭായി ഖോദാഭായി പട്ടേൽ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കവരത്തി ദ്വീപിലെത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 6:45-ന്.